ഹാൽ സിനിമ കാണാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തീരുമാനിച്ചു. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ജഡ്ജിമാർ സിനിമ കാണും. കത്തോലിക്ക കോൺഗ്രസിന്റെ അപ്പീലിലാണ് തീരുമാനം. ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയല്ലെങ്കിൽ പിഴ ചുമത്തുമെന്ന് കത്തോലിക്ക കോൺഗ്രസിന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. അഹമ്മദ് മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, നേരത്തെ ജസ്റ്റിസ് VG അരുൺ സിനിമ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇക്കുറി സിനിമ കാണുക മാത്രമല്ല, കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ തെറ്റാണെങ്കിൽ പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് ഡിവിഷൻ ബെഞ്ച് സിനിമ കാണുക? ഡിസംബർ 3 ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഡിവിഷൻ ബെഞ്ച് സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ജിൽസ് സൂചിപ്പിച്ചതുപോലെ സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ ആക്ഷേപം വന്ന സാഹചര്യത്തിൽ തന്നെ ആദ്യം തന്നെ സിനിമ കാണുകയും അതിനുശേഷമാണ് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലുമായാണ് കത്തോലിക്ക കോൺഗ്രസ് കുറേയധികം ആക്ഷേപങ്ങളുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ ഈ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായതാണ്. അന്ന് പറഞ്ഞത് ഈ സിനിമ കാണാതെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. മാത്രമല്ല, സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധികൾ സിനിമ കണ്ടിരുന്നു. അവർ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ആക്ഷേപങ്ങളുമായി ഈ ഹർജിയിൽ കക്ഷി ചേരുകയും ചെയ്തു. സ്വാഭാവികമായും കുറേയധികം വിമർശനങ്ങൾ, കുറേയധികം ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത്. ഇന്ന് ഈ കേസ് ലിസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമായും കോടതി ചോദിച്ചത്, സിംഗിൾ ബെഞ്ച് അങ്ങനെ സിനിമ കണ്ട ശേഷം തീരുമാനമെടുത്തതിൽ സാധാരണഗതിയിൽ വീണ്ടും സിനിമ കാണേണ്ടതില്ല. പക്ഷെ ആവർത്തിച്ച് ഈ സിനിമയിലെ ചില രംഗങ്ങളുമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ കോടതി സിനിമ കാണാൻ നിർബന്ധിതരാവുകയാണ്. അതുകൊണ്ട് കോടതി സിനിമ കാണാം. ഡിസംബർ 3 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് സുശ്രുത് ധർമാധികാരിയുടെ അരവിന്ദ് ധർമാധികാരിയുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം കോടതി കർശനമായി തന്നെ പറയുന്നുണ്ട്. നേരത്തെ സിംഗിൾ ബെഞ്ച് സിനിമ കണ്ട് ഉചിതമായൊരു തീരുമാനമെടുത്തതാണ്. അതിൽ വീണ്ടും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പോലെയുള്ള ആക്ഷേപങ്ങൾ സിനിമക്കകത്തില്ലെങ്കിൽ സ്വാഭാവികമായും കടുത്ത പിഴ ചുമത്തേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കോടതിയിൽ കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ താമരശ്ശേരി ബിഷപ്പിന്റെ പള്ളിയും പരിസരവും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നു. അത്തരത്തിൽ നിരവധി ആക്ഷേപങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അത് സിംഗിൾ ബെഞ്ച് മുഖവിലക്കെടുത്തില്ല, ഗൗനിച്ചില്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളുമായാണ് അപ്പീൽ നൽകിയത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമായി കോടതി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കോടതി സിനിമ കാണാൻ തയ്യാറാണ്. കാര്യം, ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് ആ സിനിമ കണ്ടെടുത്ത് ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വീണ്ടും വരുന്നത്. സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിന്റെ സിനിമ കാണാൻ നിർബന്ധിതരാവുകയാണ്. അതുകൊണ്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയല്ലെങ്കിൽ കടുത്ത പിഴ ചുമത്തും എന്നൊരു മുന്നറിയിപ്പോടുകൂടിയാണ് ഇപ്പോൾ കോടതി സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്.